രാവിലെ അങ്ങ് ഭയങ്കര അങ്ങ് വെയിലാവുന്ന എനിക്കങ്ങ് തോന്നുന്നു എനിക്ക്. രാവിലെ മഞ്ഞുണ്ടായിരുന്നു. കോട ഉണ്ടായിരുന്നു രാവിലെ. ഞാൻ കണ്ടില്ലല്ലേ. ഭയങ്കര തണുപ്പോട്ടെ. എന്റെ അമ്മ ഇന്നലെ രാത്രി എന്തോ തണുപ്പായിരുന്നു. ഇതെന്തോന്നത് ജുബേ. ഓ ആ ഡോറും ഇതും സെയിം. അങ്ങോട്ട് കേറിയെന്ന് അറിയത്തില്ല അവിടെ ആളുണ്ടത്. എന്തോന്ന് വേണ്ട പൂവൊക്കെ ഇങ്ങനെ പൂത്ത് കിടക്കുവാണ്. ഇതെന്തൊരു ഇത് മറ്റേ മാങ്ങാന്നാറി പൂവാന്ന് തോന്നുന്നു. കൊള്ളാം കേട്ടോ, നല്ല രസമുണ്ട്. എന്നേക്കൊരു പൊടി. ഇഡലി ഉണ്ട്, ഇഡലി എടുക്കാം. യു വാണ്ട് ഇഡലി? കമോൺ കമോൺ. വൺ ടു മോർ സാമ്പാർ. ഞാൻ ഒരു ഓംലെറ്റ്, 2 ഇഡലി, ഒരു ആലു പൊറോട്ട. അച്ഛൻ പുട്ടൊക്കെ എടുത്ത്. ഓംലെറ്റ്, ആലു പൊറോട്ട, ദോശ, 2 ഇഡലി. ഇറങ്ങാം. ഓക്കെ, എല്ലാരും വൈറ്റ് ആണോ? അച്ഛൻ പച്ച വിത്ത് മിനിക്ക് തിളക്കം. ഓക്കെ വളവള ഉണ്ട്. വേണ്ട മുത്തൊക്കെ പിടിപ്പിച്ച ഷർട്ടാട്ടോ. ഇത് ബർത്ത്ഡേക്ക് മേടിച്ചല്ലേ? അതെ. ഹാപ്പി ബർത്ത്ഡേ. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഫസ്റ്റ് പോണത് ലേക്കിലേക്കാണ് കേട്ടോ, ഊട്ടി ലേക്കിലേക്കാണ്. അവിടെ അത്യാവശ്യം ആക്ടിവിറ്റി സംഭവങ്ങളൊക്കെ ഉണ്ട്. മറ്റേ ഹോഴ്സ് റൈഡിങ്, അതുപോലെ ടോയ് ട്രെയിന്, അതൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങോട്ടേക്കാണ് ആദ്യം പോണത്. നല്ല പ്രോപ്പർട്ടി കേട്ടോ, കാരണം സംഭവം നല്ല ബ്യൂട്ടിഫുൾ ആണ്. പീസ്ഫുൾ ആയിട്ട് ഇരിക്കാനൊക്കെ പറ്റിയ ആംബിയൻസ് ഇവർ സെറ്റ് ചെയ്തിട്ട് കേട്ടോ. ഇത് കണ്ടോ, ചെയറും സംഭവം പൂവൊക്കെ കണ്ടോ, എല്ലാം നല്ല ഭംഗിയാണ്. പിന്നെ പൂളില്ല കേട്ടോ, പൂൾ അങ്ങനത്തെ വൈബ് ഇല്ല. ഒരു റിലാക്സ് മൂഡിൽ വന്നിങ്ങനെ നൈസായിട്ട് ഇങ്ങനെ ഇരിക്കുക. ഇവിടെ ഒരു പഴയ വണ്ടി കിടപ്പുണ്ട് കേട്ടാ. ഇത് ഏതാ ചെയ്ത്? ഇതിന്റെ കിക്കർ ഉണ്ടാ, സ്റ്റാർട്ട് ചെയ്യുന്നത് ഇങ്ങനെ കറക്കിയിട്ടാട്ടോ. പഴയ ജാമ്പുവിന്റെ കാലത്തെ സാധനം കേട്ടോ. ഇത് പൂട്ടിയിട്ടോ, അകത്ത് കേറിയിരിക്കാൻ പറ്റത്തില്ല. കൊള്ളാം കേട്ടോ, പഴയ സാധനം. ഇതൊരു പഴയ ചടാക്കാണ് കേട്ടോ. ഇത് തന്ന എങ്ങനെ ഓടിക്ക്? സീറ്റില്ലേ, സീറ്റില് സ്പ്രിങ്. ഇത് കത്തിപ്പോയതാന്ന് തോന്നുന്നു കേട്ടോ ഇത്. എഞ്ചിനൊക്കെ തുറന്നോ? എഞ്ചിനുണ്ടോ? 4 സിലിണ്ടറാ. എല്ലാം പോയേട്ടാ. ഓക്കെ, എന്നാ അത് ഓടുന്നില്ലല്ലോ അപ്പം. അത് അവര് ഓടിക്കുമല്ലോ. ഞങ്ങൾ നേരെ ഇവിടെ ലേക്കിൽ വന്നു കേട്ടോ. ഇവിടെ കുറേ ആക്ടിവിറ്റി സംഭവങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ ഇതെല്ലാം ഓപ്പൺ ആണോന്ന് എനിക്കറിയത്തില്ല. കുറെ ഇതിന്റെയൊക്കെ പണി നടക്കുക. അതിന്റെയൊക്കെ മെയിൻ്റെനൻസ് നടക്കുന്നേ ഉള്ളു. നമുക്ക് കറങ്ങി ഇവിടെ എന്തെങ്കിലും ഉണ്ടോന്ന് നോക്കാം. അച്ഛാ ഈ സാധനം ഉള്ള അതിനകത്ത് കയറാ ചാച്ചേ. അതിനകത്ത് ഇങ്ങനെ കയറ്റി നിർത്തിട്ടേ ഇങ്ങനെ വിടുമ്പോഴത്തേന് പൊങ്ങി പോവാം. ഇത് കണ്ടാ, മരത്തിന്റെ ഒക്കെ ആ ഹൈറ്റിൽ പോവും. അച്ഛൻ കയറിക്കോ. പിന്നെ ഇവിടെ ഇഷ്ടം പോലെ അങ്ങ് ഫ്ലവേഴ്സ് അല്ലേ ചാ? ഫ്ലവേഴ്സ് ഗാർഡൻ എന്ന് വെച്ചാൽ ഇവര് മെയിൻറ്റൈനിങ് ഗാർഡൻ വെരി ബ്യൂട്ടിഫുൾ അല്ലേ. മാനിനെയാണ് ഉണ്ടാക്കി വെച്ചേക്കുന്നത്. കലമാൻ സഹിതം കൊലമാൻ, എല്ലാ സൈസ് മാനും. മാൻ ഫാമിലിയാണ്, കണ്ടില്ലേ? കൊള്ളാം കേട്ടാ. അച്ഛനും അമ്മയും 2 മക്കളും. ചോക്ലേറ്റ് ഇതുണ്ടോ ചാ? ഹോട്ട് ചോക്ലേറ്റ് ഉണ്ടോണോ? ടീ ഫാക്ടറി പോയാൽ നമുക്ക് തേയിലപ്പൊടിയൊക്കെ കുടിക്കാം. തേയിലപ്പൊടിയും മേടിക്കാം, ഇതും ചോക്ലേറ്റും തിന്നാം അവിടുത്തെ. ഹൗ വാസ് ഊട്ടി? വണ്ടർഫുൾ, വെരി വെരി വണ്ടർഫുൾ, വെരി വണ്ടർഫുൾ, ബ്യൂട്ടിഫുൾ. ഹൗ വാസ് ഊട്ടി? ഊട്ടി ഇൻ ദ കൊടൈക്കനാൽ. ഊട്ടി ഇൻ ദ കൊടൈക്കനാലത്. ആരടാ പറഞ്ഞത് ഊട്ടി കൊടൈക്കനാലിൽ അല്ലത്? ദിസ് ഈസ് കൊടൈക്കനാൽ ഊട്ടി. അതെ. പക്ഷെ ഇവര് ഗാർഡൻ അല്ല സൂപ്പറായിട്ട് മെയിൻറ്റെയിൻ. ഞങ്ങളന്ന് പക്ഷെ കൊടൈക്കനാൽ പോയതിനെക്കാട്ടിയും ഗാർഡൻസ് സംഭവമല്ല ഇവര്. നമ്മൾ ഈ ടോയ് ട്രെയിൻ തപ്പിയാണ് പോണ. ടോയ് ട്രെയിനൊക്കെ എവിടെയാണോ എന്തോ. ബട്ടർഫ്ലൈ ആവാ, കമോൺ. ഇന്ന് പറക്കട്ടെ, അച്ഛൻ പറക്കട്ടെ. ട്രെയിൻ അവിടെ. പൂമ്പാറ്റ
അനങ്ങുന്നില്ലേ? കറക്റ്റ് കൊള്ളാ, ചേരുന്നുണ്ട് കേട്ടാ. ആ ഷർട്ടും വെട്ടില് അല്ല, പൂമ്പാറ്റ പ്രദീപ് പരാഗണത്തിന് പോവാണ്. എന്തോ വിറക്കില്ല. ഓ സെറ്റ്. ഇനി അമ്മയും കൂടെ പോയി. ആ ഷർട്ട് അതിന് എറിക്കുന്നത്. കൊള്ളാം കൊള്ളാം. ഈ അച്ഛൻ എന്തിനാ കാണിക്കുന്ന? അത് അതിന്റെ ബാക്കിലല്ല, ഫ്രണ്ടിലാണ് ഈ കൊള്ള. ഫ്രണ്ടിലേക്ക് അച്ഛാ. സൗണ്ട് ഉണ്ടോ? ഇത് അപ്പുറം സൗണ്ട് ആയിരുന്നു. ഞാൻ വിചാരിച്ചു സൗണ്ട് ഒക്കെ പറയണത്. കറക്റ്റ് ജടായു. ആ മാറാലേന്ന്. ഇവിടെ ഒത്തിരി 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 ആക്ടിവിറ്റീസ് ഉണ്ട് കേട്ടോ. ഇഷ്ടം പോലെ സാധനമുണ്ട്. ഇല്ലളിയാ, എനിക്കിന്ന് ഇതൊന്ന് വി ആറിന്റെ ആന്ന് തോന്നുന്നല്ലേ? വി ആറിന്റെ അച്ഛാ, വി ആർ. ഓ ദേ വരുന്ന ട്രെയിൻ. കൊള്ളാം കേട്ടോ. ഓ ഇതാണ് കേട്ടോ ഇതിന്റെ എൻജിൻ. ഇത് ട്രെയിൻ, ഒറിജിനൽ ട്രെയിൻ അതുപോലത്തെ. അതിന്റെ സെറ്റപ്പ് ഒക്കെ തന്നെ കേട്ടോ. സ്റ്റാർട്ട് ചെയ്തെടുത്തിട്ട് പോയാലേ. ഇതാണ് കേട്ടോ നമ്മുടെ ബോഗി. നമ്മളെ ഏറ്റവും ഫ്രണ്ടിലല്ലേ? ഓ എങ്ങനെയെങ്കിലും ആവട്ടെ. ട്രെയിൻ ഗോയവേ. ചെയിൻ ഇല്ലല്ലേ ചുമ്മാര് വലിക്കായിരുന്നു. ഇവിടെ അച്ഛൻ തന്നെ സ്ഥലമില്ല. തീവണ്ടി കുക്കര കൂകും തീവണ്ടി ചുക്കുടി ചുക്കുടി തീവണ്ടി. കൊള്ളല്ലേ? റിവേഴ്സ് ഇട്ടേ ഇത്രേ ഉള്ളടേ. ഇനി നമ്മളാട്ടോ എപ്പടി ഇരുന്നത്. സൂപ്പർ സൂപ്പർ, ഭയങ്കര അഡ്വഞ്ചർ ആയി. എങ്ങനെയുണ്ട്? ഹൗസ് അടിപൊളി. 10 കിലോമീറ്റർ പോയി. പക്ഷെ കുറച്ചും ഉണ്ടായിരുന്നെങ്കിൽ സൂപ്പർ ആയിരുന്നു. പക്ഷെ ഇച്ചിരി ദൂരോടെ പോണം കേട്ടാ. ഇത് അപ്പുറത്തില്ല, കാടിന്റെ ആ ഗുഹ കഴിഞ്ഞിട്ട് അപ്പുറത്ത് ഒരു കാടുണ്ട്, അവിടെ കൊണ്ട് നിർത്തിയിട്ട് പോയി തിരിച്ചു നേരെ വരും. ഓക്കെ ഗൈസ്, ഇനി നമുക്ക് അടുത്ത പരിപാടി നോക്കാം. ഇവിടെ വേറെ എന്തൊക്കെ സെറ്റപ്പ് ഉണ്ട് കേട്ടോ. അടുത്തത് അച്ഛന്റെ ആയുധ പരിശീലനം അല്ലേ? മാറിയില്ലേ ഗണ്ണൊക്കെ കിടിലോട്ടോ. അത് പുള്ളി ഇതൊക്കെ പുള്ളി ആർമിയിലായ പണ്ടത്തെ. കണ്ണ് കാണാത്തോണ്ട് അവിടുന്ന് പറഞ്ഞു വിട്ട്. ഡേയ് കണ്ണ് അതിനകത്ത് പൊത്തിപ്പിടിച്ച കാണൂല. ദിന്നകണം പൊട്ടുവോ? ആട്ടം നിക്കുന്നില്ല. ഇത് 5 കൊണ്ടു കഴിഞ്ഞാൽ ബ്രോ 5 കൊണ്ടാ 500. 5 അടിച്ചാ ഒരു ഗെയിം ഫ്രീ. അടി അടി പൂക്കുറ്റി. എന്നാ നടക്കൂ. അടുത്തത് ശ്രീധുവിന്റെ ഷോട്ടാണ്.
ആ ശ്രീത് മറ്റേ ഒളിഞ്ഞു നോക്കി നടക്കണേ. എനിക്ക് ഈ കണ്ണ് വരത്തില്ല. എടാ പൊട്ട, ഇത് ഞാൻ പൊത്തി പിടിക്കാം. അടി. എനിക്ക് ഇടത്തേക്ക് എന്തായാലും കൊള്ളൂല. നീ നെഞ്ചാൻ പിടിക്കുന്ന അടിക്കല്ലേ, നേരെ അടിക്കണേ. യെസ്. ഇനി 2 പടി അച്ചാക്കി. ഇനി 1 പടി എനിക്ക് തന്നെ പിടിച്ചേ. ഇവിടെ ബാക്കി ഉണ്ടോ എനിക്ക് തരണേ. ഇനി മൊത്തം 7 എണ്ണം ഉണ്ട്. ഇനി എത്ര പടിയുണ്ട്? അച്ഛൻ 2 പടിയല്ലേ? ഇത് 4 ഉണ്ട്. ആടെ എനിക്ക് ഒരെണ്ണം കൊടുത്തരണേ. ഞാൻ പീരങ്കി അടിക്കും. ഒരു കുപ്പിയെ കൊള്ളിക്കാമോ? വലത്തെ കണ്ണി നോക്കളെ, നേരത്തെ പറഞ്ഞില്ലേ. തീർന്നു തോന്നുന്നത്. വെടി തീർന്ന്. ഇതല്ലേ ഒരെണ്ണം ഉണ്ട്. ആ അച്ചാടി ലാസ്റ്റ് വെടിയാണ്. ഇതോടുകൂടി യുദ്ധം അവസാനിച്ചിരിക്കുന്നു. അച്ഛന് പിടിക്കാൻ അറിയാം കേട്ടാ. ഓ ജസ്റ്റ് മിസ്. സൂപ്പർ ഷോട്ട്. ഇത് തിരിച്ചു വെച്ചേക്കാൻ തോന്നുന്നല്ലേ ചാ? കൊള്ളായിരിക്കേ. പോവാ. അച്ഛൻ ഇനി അടിക്കണോ? ഇവര് എക്സ് മിലിറ്ററി. അത് കൂട്. അതാ അവ അച്ഛനെ അണച്ചതാണ് ചിരിക്കുന്നത്. അത് കൊള്ളായിരുന്നല്ലേ? അത് കൊള്ളാം. കൊച്ചുവരെ മിലിറ്ററി കാഴ്ച കുറവായിട്ട് പറഞ്ഞിട്ട് അമ്പുണ്ട്. പക്ഷെ ഇതങ്ങ് നമ്മള് ഏകാഗ്രമായിട്ട് നമ്മള് ഫോക്കസ്, നമ്മളിങ്ങനെ കിടന്ന് അലച്ച നമുക്ക് കൊള്ളത്തില്ല ഒരിക്കലും. നമുക്ക് വലത്തെ കണ്ണ് ചോക്കാൻ പറ്റത്തില്ല. അളി ഇങ്ങനെ നോക്കുന്നു കൂട്ട കണ്ടിട്ട്. ഇതാണ് ഇങ്ങനെ ആയിരുന്നേ. ഏതാ ഇങ്ങനെ എന്നിട്ട് കൊണ്ടില്ലല്ലേ? അല്ല, അത് കൊള്ളുന്നില്ല. അതാണ്ട് ഇങ്ങനെ ആവുക. നമ്മളടുത്ത ബോട്ടിങ്ങിന് പോകട്ടോ. എന്റെ അച്ഛനൊക്കെ ജാക്കറ്റ് ഒക്കെ ഇടുവാണ്. നീന്താ അറിയാം, എന്നാലും വെറുതെ ഇരിക്കട്ടെ അല്ലേ? നമ്മൾ സ്വന്തമായിട്ട് തുടരണമായിരുന്നു, അതായിരുന്നു വേണ്ടത്. ഇത് ഓരോന്നും ഇത് ശരിയോ? ഇല്ലല്ല അവിടെ. ഇനി അമ്മ വാ പിടിച്ചോ. ഇല്ല നിങ്ങൾ തന്നെ ചവിട്ടി മതി മൊത്തം. ഇനി ഇവിടുന്ന് എണീറ്റൂടാ. നിങ്ങൾക്ക് ചവിട്ടണേ. അയ്യോ നീളമില്ല. നമുക്കേ ഓട്ടോമാറ്റിക് ബോട്ട് എടുത്താൽ മതിയായിരുന്നു. കാലിന് നീളമില്ല. ഓട്ടോമാറ്റിക് എടുത്താൽ മതിയായിരുന്നു. ചവിട്ടുണ്ടായിരുന്നല്ലോ. അല്ല ആളിനെ വെച്ച് ഓട്ടിക്കുന്ന. പക്ഷെ ഇതാ രസം. നമ്മൾ വേണ്ട കാട്ടിലെത്തി കേട്ടാ. നമുക്ക് ഇവന്മാർക്ക് ബോട്ട് കൊടുക്കണ്ടച്ചാ. നമുക്ക് ഇവിടെ കൊണ്ടുവച്ചിട്ടേ കാറിനകത്ത് കയറ്റിട്ട് കൊണ്ടുപോവാം. ചടങ്ങ് നമുക്ക് അവിടെ വട്ടത്തിലാരും കൊണ്ടിട്ട് ചവിട്ടാം. വെള്ളത്തിൽ ഇറങ്ങുന്നില്ല. വണ്ടി ഈ സൈഡ് വരണം, ഇപ്പുറ സൈഡ് വരണം. വലിച്ചു കയറ്റുക, കൊണ്ടുപോവുക. മണ്ട വെക്കാം. വാവ് വണ്ടബിൾ. വരുമല്ലേ? നമ്മള് ഊട്ടിയിലെ പോച്ചകള് പരീക്ഷിക്കും കേട്ടോ. അമ്മ തോണ്ടമ്മ, ആഫ്രിക്കൻ പായല് വീട്ടിൽ കൊണ്ടിട്ടാ നല്ലതാ, സൂപ്പറാ. തോണ്ടേ വേണ്ട കാ അമ്മ വേണ്ടേ. ആമ്പലാണാ? പോച്ച ആമ്പലല്ലേ ഇത്? പായല്. ഇത് ഞാൻ പൊട്ടിച്ച് കാണിച്ചു തരാം. അല്ല ഇതെന്ത് വേറെ വിശക്ക എന്തോ? അമ്പലല്ല നോക്ക്. ഇത് ആമ്പല് അല്ല. റിവേഴ്സർ ആർക്കാ? റിവേഴ്സ് കമോൺ. യെസ് മറുകി ഞാൻ ഇത്.
നിന്നെ പോയി സിംഹാര കുരകിന് കൊടുക്കാൻ പോവാ. മൊത്തം പൂവാ. അതെ അതിന്റെ ഇതാ. അടുത്ത് ഞാൻ പിടിച്ച അത്ര ശ്വാസമുള്ളൂ. എന്നാ നിങ്ങളൊന്നും അടിച്ചാണ്. എന്നെ കൊണ്ട് ഒട്ടും പറ്റത്തില്ല. അതാ സൗണ്ട് കേട്ടാ. കുരുവിയാ അതിപ്പോ ഇറങ്ങിയതാ. മാമിന് രണ്ടേ വിരല് നക്കി തുടച്ച്. അത് താറാവാണ് അത്. പറക്കുന്നതാണെന്തോ. അടുത്തോട്ട് ഇടിയന്റെ താറാവ്. കമോൺ വി ക്യാൻ മേക്ക് ഡക്ക് ഫ്രൈ. നല്ല ഭംഗിയുണ്ട് കേട്ടാ. കുരുമുളക് പച്ച കുരുമുളക് വരട്ടി വെക്കുന്നില്ല. പൊക്കോ ഇവനെ കൊല്ലുണ്ടെ പൊക്കോ. ആ നീന്തും. ആ സാധനം കൊള്ളാച്ചാ. അതിനകത്ത് 2-3 കയറാൻ പറ്റുമെന്ന് തോന്നുന്നല്ലേ. ഇത് ഇതിനകത്ത് വരുമോ? വെള്ളത്തിൽ വീഴുവോ? ലാസ്റ്റ് വെള്ളത്തിൽ ഇടുവോ? അല്ലേ എനിക്ക് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇത് വലിച്ചിട്ട് വെള്ളത്തിൽ വിടണം. ഇതാ എന്നാലേ രസമുള്ളൂ. വീഴണം ലാസ്റ്റ്. ഇതിപ്പോ വലിച്ചു വിടുമെന്ന് തോന്നുന്നു കേട്ടാ. ആ ദോ കേറിപ്പണ. അങ്ങനെ വലിച്ചു വലിച്ചു പോകുമ്പോഴേ നമുക്കൊരു പേടി വരും. കടവുളേ വലിച്ചവിടെ വെച്ചിട്ട് ഒറ്റ വിടക്കുമായിരിക്കും. ഓ ആ ഹൈറ്റിൽ കൊണ്ടുപോയിരിക്കും വെച്ചാ. എന്നിട്ടായിരിക്കും വിടുന്ന. നിങ്ങൾ മൂന്നോട്ട് കയറേ. ഞാനില്ല അറിയാ. ദൈവമേ ഇത് ഇത് ഈ നമ്മുടെ വണ്ട ഒന്നും വീഴോ? ഇല്ലല്ലോ. അച്ഛ മുമ്പോട്ടെടുത്തേ. അച്ഛാ മുമ്പോട്ടെടേ. അപ്പോട്ട് നിർത്ത്. പെണ്ണ് ചീത്ത വിളിക്കണ്. ഓക്കെ ഗൈസ്, അടുത്തത് അച്ഛൻ. വേണ്ടെന്നാ റോക്കറ്റ് ജെക്ടറിലാണ് കയറപ്പെടുന്നത്. റോക്കറ്റ് അത് നിലത്ത് നിന്ന് റോക്കറ്റ് പോണല്ലോ പോകും. അത് അതിനകത്ത് കയറാൻ സൂപ്പറാ. ചന്ദ്രനെ പോയി ചായ കുടിച്ച് തിരിച്ചു വരും. അമ്മ കയറുന്ന അളി ആരെങ്കിലും ഒരാൾ കയറ്. എന്തുടേ ബാ കേറാ. അതിനിപ്പോ എന്ത്? അതിനിപ്പോ എല്ലാരും നോക്കുന്നതിനിപ്പോ 97 എടുക്കത്തുമില്ല. 80 ഞാൻ ചോദിക്കട്ടെ. 90 കിലോ കുഴപ്പമില്ലല്ലോ. ടിക്കറ്റ് എടുത്താ പോയി. ടിക്കറ്റ് എടുത്ത് നിന്റെ തന്ത കയറാനാണ്. എന്റെ തന്ത കയറാനാണ്. പിന്നെ ആര് കയറാൻ? ഞാൻ ചോദിച്ചു 90 കിലോ കയറ്റും. 90 കിലോ മേലും കയറ്റും. ആര് പറഞ്ഞു കയറ്റും? അവിടെ എടുത്ത് എറിയുക. ഇത് ഒരാൾക്ക് 350 രൂപയാണ് ടിക്കറ്റ്. 350 രൂപ. 350 ഇതിനാ? ആ അത് രസമില്ലേ? ഒരു വട്ടം കേറ്. ഇത് എക്സ്പീരിയൻസ് ചെയ്യണ്ടേ? ഇല്ല അച്ഛൻ കേറണം. സത്യത്തിൽ അച്ഛന് നല്ല ആഗ്രഹമുണ്ട് കേറണത്. അത് കുഴപ്പമൊന്നുമില്ല. എടുത്ത് എറിയത് ആ മണ്ട വരെ പൊടിഞ്ഞ് തിരിച്ചു വരും. അളിയാ അച്ഛൻ കേറാൻ പോവാ. ഓക്കെ, ഞാൻ അച്ഛനെ കയറ്റി വിട്ടിട്ട് അച്ഛൻ ഞങ്ങൾ ഇവിടെ വയ്ക്കാം കേട്ടോ. ഇവിടെ നല്ല അച്ഛനെ മുഖം കാണത്തുള്ളു. പേടിയുണ്ടോ അച്ഛനെ? ഇല്ലല്ലേ? പേടിയൊക്കെ ഉണ്ട്. ഉണ്ടോ? പേടിയൊന്നുമില്ല. ഒരെണ്ണം പറ. തൂക്കി നോക്കൂ ഇനി അച്ഛനെ. അണ്ണാ ഇത് ടിക്കറ്റ്. ആ 1 ടിക്കറ്റ്. വെയിറ്റ് അധികമായിരിക്കും. കുഴപ്പമില്ല. തൂക്കിയൊക്കെ നോക്കും കേട്ടോ അച്ഛനെ. 95-96. ആ 100 കിലോ വരെ പറ്റും. പൊട്ടുവോ? ഇല്ല കുഴപ്പമൊന്നുമില്ല. അതുവരെ ഓക്കെയാണ്. അച്ഛൻ സെറ്റായിട്ട് ഇരിച്ചാ.
ഞാൻ അവിടെ നിൽക്കാവേ കേട്ടാ. നിക്കണോ ഞാൻ ഇവിടെ? ഇതെന്തിനാ എഴുതി വെക്കപ്പെടുന്നു? അത് കുഴപ്പമൊന്നുമില്ല. എവിടെ എഴുതിയൊക്കെ ഒപ്പം കിടന്നു കേട്ടോ. കൈയൊക്കെ ഉറക്കുന്നു. അപ്പൊ ഓൾ ദ ബെസ്റ്റ്. കേറിട്ടോ ഷൂ ഒക്കെ 96. അയ്യോ അച്ഛ ഇപ്പൊ പറക്കും കേട്ടാ. അച്ഛ ഇപ്പൊ പറക്കും. ആ ഉപ്പിട്ടൊക്കെ ഇട്ട് കൊടുക്കണം. അത് കുഴപ്പമില്ല, സെറ്റാണ്. അച്ഛൻ പറക്കട്ടെ. പൊക്കണ അമ്മയ്ക്ക് പേടിയാവണം തോന്നുന്നു. ആ ഇട്ടിട്ട് സെറ്റാ, കുഴപ്പമൊന്നുമില്ല. അച്ഛന് നല്ല പേടിയുണ്ടെന്ന് തോന്നുന്നു. പിടിച്ചോ നല്ലണക്ക്, സെറ്റല്ലേ? അച്ഛൻ പേടിച്ചിരിക്കുക. അയ്യോ പെട്ടെന്ന് വിട്ടളിയാ. പക്ഷെ പിന്നൊരു കുഴപ്പമില്ല, സൂപ്പറാ. സൂപ്പറാ, കൊള്ളാം. ഇഷ്ടപ്പെട്ടാ? പിന്നെ അടിപൊളിയാ. അപ്പൊ നമ്മൾ ഇങ്ങനെ പറക്കി നടക്കാവും. കൊള്ളായിരുന്നു കേട്ടോ. അച്ഛൻ പോയ സൂപ്പറായി പോക്കായിരുന്നു. പക്ഷെ ഞാൻ അച്ഛനെ ഫോക്കസ് ചെയ്ത് വെച്ചേക്കുമായിരുന്നു. ഇവരെ ടപ്പനെ അങ്ങ് വിട്ട്. അച്ഛൻ ചിരിച്ചോണ്ടിരുന്നപ്പോ അങ്ങ് വിട്ട്. ഞാൻ വിചാരിച്ചത് ഹോൾഡ് ചെയ്തിട്ടായിരിക്കും വിടുന്നേന്ന്. പേടി ഉണ്ടായിരുന്നു. പേടി ആദ്യം ഉണ്ടായിരുന്നു, പക്ഷെ മേലിൽ പോയില്ലേ, പിന്നില്ല. ഇനി 10 വർഷം കയറണമെന്ന് പറഞ്ഞാൽ ഞാൻ കയറും. രണ്ടുപേരുടെ എന്തോ തിന്നാനൊക്കെ നോക്കുവാട്ടോ. രണ്ടുപേരുടെ നമ്മളെ വിളിക്കാതെ എന്തോ ഞം അടിക്കാനുള്ള പരിപാടി കേട്ടാ. നമ്മള് പോയില്ല, നമ്മളും ഉണ്ട്. എന്തിനാ പോന്ന്? അതെ രണ്ടുപേരും നൈസായിട്ട് ബാക്ക് വന്നിട്ട് ചോളം. നമ്മളങ്ങോട്ട് മേടിച്ചിട്ട് വരാന്ന് പറഞ്ഞു. ഒരു ചുരിദാർ മേടിക്കാൻ കയറിയ നോക്കാൻ കയറിയതാ. ഭയങ്കരല്ലേ? 1500 എത്ര രൂപ. അപ്പോഴും ഇറങ്ങിപ്പോ പന്ന ചോളോ ചോളം എപ്പോഴും തിന്നുന്നില്ല. എന്തിനാണ്? ചോളം പുഴുങ്ങിയതാണോ? ഓക്കെ, ചോളം പുഴുങ്ങിയതും ഇത് കടല പുഴുങ്ങിയതാണ് കേട്ടോ. കപ്പലണ്ടി. കപ്പലണ്ടി പുഴുങ്ങിയതും. മസാല വേണ്ടേ? മസാല വേണം. കപ്പലണ്ടി പുഴുങ്ങിയത്. അമ്മ എടുക്കുമോ? ചോളത്തിന് മസാല വേണോ? മസാല വേണം. കപ്പലണ്ടി ഇതുവരെ നമ്മള് നല്ല സാധനമല്ലേ? കൊള്ളാമോ? എനിക്ക് കൊടുത്താ. മുത്തു കുതിരയെ കൊണ്ട് കേട്ടോ. അടുത്ത ആരാ കയറുന്ന? കുതിരയെ കയറുന്ന ആരാണ്? കുതിരയെ കയറുന്നവർ കടന്നു വരൂ. അച്ഛൻ, ഇതിലും അച്ഛൻ. അമ്മ കയറുന്ന അച്ഛൻ തൊട്ടേച്ച ഇല്ല, കൊച്ചു നോക്കിയാണ്. കടിക്കോ? ഇത് ഇച്ചി മെടയാന്ന് തോന്നട്ടാ. മുത്തു സത്യമല്ലേ? ഇവന്മാർക്ക് തന്നെ പേടിയാ. ഇതൊക്കെ ഡേഞ്ചറാട്ടോ. ഞാൻ തുമ്മിയപ്പോഴേ അതെന്നെ നോക്കുന്നു. അച്ഛാ തൈലം തൈലം തേച്ച് നിൽക്കുവോ? അത് സീനാട്ടോ, അത് സീന. അയ്യേ അയ്യേ അയ്യേ, അത് ചീറ്റി. അത് ലവ് സിഗ്നലാണ് കാണിച്ചത്.
അടിക്കും, പൂക്കളം വീഴ്ച ഒഴിക്കും കുതിര. ഇതെന്തൊരു നാശം പിടിച്ച അന്നേരം അവിടെയും ഇല്ല ഉണ്ടോ? അച്ഛ അടുത്തൊരു മൂക്കൊരു ചീറ്റ്. ഞാൻ വിചാരിച്ച സ്നേഹം കൊണ്ടായിരിക്കും മുന്നോട്ട് വരുന്നത് കേട്ടാ. അപ്പോഴിങ്ങനെ നമ്മളതിനകത്ത് കീറിയില്ല കേട്ടാ കുതിരയില്. എന്തോ ഒരു വശപ്പശ അതിന്. കുതിരയ്ക്ക് നമ്മളെ ഇഷ്ടപ്പെട്ടില്ല. എന്തോ ഒരു സീൻ. അച്ഛനെ തീരെ കണ്ടില്ല. ഇവിടെ എന്തൊക്കെ ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇങ്ങോട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നോക്കാം. എക്സോട്ടിക് ഫ്രൂട്ട്സ് ആണെന്ന് തോന്നുന്നു. ഇതെന്താ ഇത്? ചേനയാ ഇതെന്താ? ഇത് എപ്പിടി സൂപ്പിട്ട് കുടിക്കുന്ന എന്തോ ഒരു സൈസ് കിഴങ്ങാണ് കേട്ടോ. എന്തോന്നും അറിയത്തില്ല. ഇത് എണ്ണപ്പന അല്ല അത് വേറെന്തോ ആയിട്ടോ. ഓ ഇത് ഇങ്ങനെയാണ് കുടിക്കാനുള്ള. ടേസ്റ്റിലി തേഞ്ഞോ നാദാ. ഇതെന്തൊരു തൊലിഞ്ഞ ഫ്രൂട്ട്. ചായ കറ വെച്ചുകൂടെ പോടും. ഇനിയും വേണോ കറ? തേയില കറ മട്ടും കൊടു. ഇത് ഇപ്പോഴേ കറ ആദ്യമേ കടുപ്പത്തിലാ കൊടുത്തത്. വയ്യ, തീരെ വയ്യങ്ങ്. ഇവിടുത്തെ തേയിലപ്പൊടി സൂപ്പറാന്ന് പറഞ്ഞു. അവിടെ തേയില മാത്രം തിന്നാ. അളിയ പോയാ ചായക്ക് എന്തുള്ളി ഈ കളറ്? കുടിക്കുമ്പോ അത്ര കടുപ്പൊന്നുമില്ല. കുടിച്ചു ശരിയാ. പ്രതീക്ഷിക്കുന്ന കടുപ്പ വേറെ വല്ല ഇവിടെ ഭയങ്കര നിറം ചായക്ക്. ഇന്നും പോടാ, ഇന്നും എന്താ കറ പോടാ. നല്ല ടേസ്റ്റ്. എന്റെ പുതിയ ഉടുപ്പില് വീണ് അവന്റെ എക്സോട്ടിക് ഫ്രൂട്ട്. പുല്ല് പോണുമില്ല കറ. അയ്യ അതെന്തൊരു ചെവയിനി. തക്കാളിപ്പഴം അളിഞ്ഞ ടേസ്റ്റ്. പഞ്ചസാര ഇട്ടിട്ട് പഞ്ചാര ഇട്ട് ചിലപ്പോ കൊള്ളായിരിക്കും കേട്ടാ. അപ്പൊ എന്നിട്ട് ഈ ഒന്നാമത് അളിഞ്ഞ ടേസ്റ്റ്, അതിന്റെ കൂടെ അളിഞ്ഞതും കൂടെ എടുത്തു വെച്ച്. അച്ഛ ഇല്ലോ മറ്റേ വലിയ ജമ്പുണ്ടച്ചാ, മറ്റേ ബങ്കി ജമ്പ് ഇല്ല, മറ്റേ കാലി കെട്ടിട്ട് താഴോട്ടിരുന്ന കേറണ. ഓ ഇത് അതല്ല, ഇത് മറ്റേതാന്ന് തോന്നുന്നു. ബങ്കി ജമ്പ് ഉണ്ടോ? സ്കൈ ബ്രിഡ്ജ്. അയ്യോ പോന്നാ. ബാ നമുക്ക് ചായ കുടിക്കാം. നമ്മള് നേരെ ടീ ഫാക്ടറി വന്നു കേട്ടോ. എനിക്കറിയായിരുന്നല്ലോ നീ അവിടെ വീഴുന്നത്. അച്ഛൻ വീഴുമ്പോ കാണിച്ചു. അച്ഛാ വാച്ചാ അത് കേട്ട് അത് കണ്ട് കള്ളനാട്ടോ, വെറും കള്ളനാ, പെരും കള്ളൻ. വേണ്ട കൈസ് ഈ വഴിയൊക്കെ ഇങ്ങനെ നടന്ന് വേണം കേട്ടോ പോകാനായിട്ട്. ഇതിൻ്റെ അകത്തൊക്കെ ക്യാമറ അലൗഡാണ്. എന്തോ എവിടെ പോയാലും ഞാൻ വ്ലോഗ് എടുക്കുമ്പോൾ ഇങ്ങ് എടുക്കக்கூடாது. ഇവിടെ വേറെ ടിക്കറ്റ് സെറ്റപ്പ് ഒന്നും ഇല്ലെന്ന് തോന്നുന്നു കേട്ടോ. അതുകൊണ്ട് ഇതുപോലെ ഒരു സ്കാനർ വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് സ്കാൻ ചെയ്ത് പൈസ കൊടുക്കാനാണ് പറയുന്നത്. സ്കാൻ ചെയ്ത് പൈസ കൊടുക്കാൻ. നല്ല തേയിലയുടെ വേണോ അല്ലേ? തേയില ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ ഗൈസ് നമ്മൾ എൻ്റർ ആയി കേട്ടോ. ഇതാണ് ടീ ഫാക്ടറി. ഇവിടെ തേയില എങ്ങനെയാണ് ഇവിടെ വന്നതെന്നുള്ള ചരിത്രം എഴുതിയാണ് വെച്ചേക്കുന്നത്. അപ്പോൾ ഇവിടെ ആദ്യം ഇവരാണ് കുടിച്ചേട്ടാ. then ഇവരെല്ലാവരും കൂടെ വന്നിട്ടാണ് കുടിച്ചത് ആദ്യം ചായ. ദേണ്ടച്ചാ അമ്മ ദേണ്ടമ്മ തേയില. ഈ സാധനത്ത് ഇങ്ങനെ കോരി ഇടുമ്പോഴത്തേന് ഇത് കറങ്ങി പോയി മെഷീൻ ഇടും. വാട്ട് എ ഡെവലപ്മെന്റ്. പക്ഷെ നമ്മൾ ഇത്ര നാളായിട്ട് ഇങ്ങോട്ട് വന്നിട്ടില്ല. അപ്പൊ കാണുമ്പോ ഒരു അച്ഛൻ അത്ഭുതപ്പെടുന്നുണ്ടോ? പിന്നെ കണ്ട് അത്ഭുതപ്പെടുന്ന അത്രയ്ക്കൊന്നും വേണ്ട. അത്ഭുതമായിട്ടൊന്നും വേണ്ട. ഇതൊരു കൗതുകം, ചെറിയൊരു അത്രേ ഉള്ളൂ. നമ്മള് ചായ കുടിക്കാത്തല്ലേ കേരളക്കാര്, അല്ലെങ്കിൽ കേരളക്കാർ അല്ലെങ്കിൽ ഇന്ത്യ. ഞാൻ അതിൽ ഇപ്പൊ ആലോചിക്കുന്ന നമ്മൾ ഇത്രയും ചായ കുടിക്കുന്നുള്ളതാണ്. ഒന്ന് വായിച്ചിട്ടൊന്ന് പറഞ്ഞു സ്കൂളിൽ നിന്നൊക്കെ ഒന്ന് ടീച്ചർമാർ പറഞ്ഞു. ആ സമയത്ത് വരുന്നത് എനിക്കറിയത്തില്ല, അച്ഛൻ പറഞ്ഞു എനിക്ക്. അത് വായിച്ചിട്ട് പറഞ്ഞാ വേണ്ട തേയില അവിടുന്ന് കോരി ഒരേ മെഷീൻ ഇവിടെ കൊണ്ട് തട്ടുക.
ആ തട്ടി അതിനകത്ത് വീണ്. ഓ ഇതിനി ഇങ്ങനെ കിടന്ന് അരഞ്ഞ് അങ്ങ് താഴെ കുഴി പോകും കേട്ടോ. അച്ഛ ഇതീ കയറാച്ചാ, നമ്മൾ താഴേക്ക് അച്ഛൻ താഴെ വരും, അരച്ച് സെറ്റാക്കി പേസ്റ്റ് ആയിട്ട് താഴെ വരും. നീ എന്നെ ഊട്ടി കൊണ്ടുവന്ന് ഈ ഓട്ടെ കൊണ്ട് നടക്കാനല്ലേ? ഊട്ടിയിലോ അതുവഴി അത് പൊടിച്ചതിനാ എല്ലാത്തിനും വാടയില്ലേ, പച്ചമരുന്നിന്റെ ഒക്കെ ഒരു മണം മൊത്തത്തിൽ. നല്ല ചായ കിട്ടും കേട്ടോ ലാസ്റ്റ്, അത് കുടിക്കുക. അച്ഛ ഇതുവഴിയൊക്കെ കേറി ആ ബർണറിൽ പോണ രംഗം ആലോചിച്ചാണ്. അവിടുന്ന് ചാടിയെന്ന് ഇപ്പൊ കാണരുത്. ക്യാമറയുടെ കൈ വെക്കുന്നത് എങ്ങനെ കറക്റ്റ് പ്രവർത്തനം അറിയാലോ. എന്തരാമ്മ തേയിലയായെന്ന് തോന്നുന്നു. ഇവിടെ വരാനിപ്പോ തേയിലയായി. തേയിലയായ അതുകൊണ്ട് കറുപ്പ് പറയുന്നത് ഇപ്പൊ തേയിലയായെന്ന്. ഇങ്ങനെ കേട്ടോ തേയിലപ്പൊടി ഉണ്ടായത്, ഇപ്പൊ തേയിലയായി. ആ ഒരു കാര്യം ചോദിക്കട്ടാ, ഇപ്പൊ നമ്മളിങ്ങനെ നടക്കുന്നില്ലേ, അതിന്റെ പൊടിയൊക്കെ ഈ തേയിലക്കകത്ത് വീഴൂലേ? ഒരു കാട് വെച്ചിട്ടുണ്ടല്ലേ? ഓ അത് ഇവിടെ വെച്ചേക്കാണ് ഓരോ ഇത്, ഇതിനകത്ത് താനേക്ക് നിറയും തോന്നുന്നു. കണ്ട ടെക്നോളജിയാ. അമ്മക്ക് ഇതൊക്കെ കാണുമ്പോഴല്ലേ മനസ്സിലാവും. ഓരോ ആൾക്കാർ ഓരോന്ന് കണ്ടുപിടിച്ചുകൊണ്ട് നമ്മളിപ്പോ ചായ ഒക്കെ കുടിക്കുന്നത്. പോയി എന്തേലും കണ്ടുപിടിടാ. എടാ വടക്കി തുളവെന്നത് എങ്ങനെയാന്ന് നിനക്കറിയോ? എടാ നിനക്ക് ശാസ്ത്രത്തെ പറ്റി അറിയാമോ? എടാ ഉള്ളിവടക്ക് എന്തുകൊണ്ട് തുളയില്ലാന്ന് നിനക്കറിയാമോ? ആ എനിക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി ഒന്നുമില്ല, എല്ലാരും എല്ലാം കണ്ടുപിടിച്ചു. അതാണ് എനിക്ക് കണ്ടുപിടിക്കാനായിട്ട് കാര്യങ്ങളില്ല. അമ്മ ചായ കുടിക്കാം. ചായ കിട്ടും കേട്ടോ ഇവിടെ. ആ അത് ലാഭം അല്ലേ? 20 രൂപ ടിക്കറ്റ്, 10 രൂപയുടെ ചായ, പിന്നെ ഇത്രയും കണ്ടു. നല്ല ചായ. നമുക്ക് ചായ കുടിച്ചിട്ട് ഇഷ്ടപ്പെട്ടാലേ ഇവിടുന്ന് തേയിലപ്പൊടി മേടിച്ചോണ്ട് പോവാ. സത്യത്തിൽ അവരുടെ ഒരു മാർക്കറ്റിംഗ് അല്ലേ ഇത്? പിന്നെ ചായ കുടിക്കുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെടും. ഇപ്പോഴത്തേക്കും നമുക്ക് ഇവിടെ തേയില മേടിക്കാൻ തോന്നും, അപ്പൊ നമ്മൾ മേടിക്കുന്ന ദിസ് ഈസ് ബിസിനസ്. നമുക്ക് എന്തായാലും തേയില ഒരെണ്ണം മേടിക്കണം. ഇത് സ്ട്രോങ് ടീ, എല്ലാ ടീ ഉണ്ട്, ഗ്രീൻ ടീ, ബ്ലാക്ക് ടീ, ചോക്ലേറ്റ് ടീ. ഒരെണ്ണം മറ്റേ ഏലക്ക മിക്സ്ഡ് തേയിലയും മറ്റേ സ്ട്രോങ് ടീ. എത്ര രൂപ? 500. അല്ല 430-40 കണ്ട. എന്താണ് കാണാറുണ്ടാ? എന്താണ് പേരെന്താണ്? ആൽബിൻ. സ്ഥലം അത് എന്താ മേടിച്ച്? മുട്ടായോ? ചോക്ലേറ്റ്. അയ്യോ മഴ പെയ്യുന്ന കേട്ടാ, കോട ഇറങ്ങിയില്ലേ? പെട്ടെന്ന് ഇവിടുത്തെ കാലാവസ്ഥ ചേഞ്ച് ആവുന്നത്. അത് പെട്ടെന്ന് കാലാവസ്ഥ മാറുന്നത്. അതുകൊണ്ട് ഇപ്പൊ ഇറങ്ങിയപ്പോഴത്തേന് കോട, മഴയും പൊടിയുന്നു. പെട്ടെന്ന് വണ്ടി കയറാവാ. അയ്യോ നനയുന്ന്. ഹേ ഗൈസ്, അപ്പൊ നമ്മള് ടീ ഫാക്ടറിയിലൊക്കെ കേറി ഇറങ്ങി കേട്ടോ. നമ്മള് 2 hour തേയിലയും മേടിച്ചില്ലേ ചാ? പിന്നെ നമ്മള് മറ്റേ ഏലക്ക മിക്സ്ഡ് തേയിലയും സ്ട്രോങ് തേയിലയും മേടിച്ച്, പിന്നെ കുരുവും തന്നവര്. അപ്പൊ മറ്റേ മുട്ടായി കൊടുക്കും. അച്ഛാ ഇത് ഇതിന്റെ തേയിലയുടെ കുരുവാന്ന് പറഞ്ഞ് എടുത്ത് കളഞ്ഞു. എന്തായാലും ഇതെല്ലാം നല്ല ബിസിനസ് ആണ്. അതെ വൻ ബിസിനസ് ആണ് നടക്കുന്നത്. കാര്യം തേയില കണ്ട് എല്ലാ സാധനവും ഉണ്ട് അതിനകത്ത്. അതായത് തണുപ്പ് നിയന്ത്രിക്കാനുള്ള കോട്ട് വരെ അതിനകത്തുണ്ട്, എല്ലാ സംഭവങ്ങളും ഉണ്ട്. കാര്യം ഇനി വെളിയിറങ്ങുമ്പോഴത്തേക്ക് തണുപ്പ് പോകും. അത് മാത്രമല്ല നമ്മളെ ഇതിനകത്ത് കേറുമ്പോഴത്തേന് ഈ ഇല ഇത് ഉണ്ടാക്കുന്നത് കണ്ടിട്ടല്ലേ വരുന്നത്. അപ്പൊ നമുക്ക് തോന്നുന്നു ഇത് സൂപ്പർ ഐറ്റം ആണ്. പിന്നെ ഒരു ചായ ഇവിടെ തരുമ്പോ തീർന്നു. അപ്പൊ നമ്മൾ എന്തായാലും മേടിക്കും. ചായ അടിപൊളി ചായ, സൂപ്പർ ആയിട്ടുള്ള ചായ ഇട്ടിരുന്നു. രണ്ടാ ചോദിച്ചെന്നായിരുന്ന ചോദിച്ചില്ലേ? നമ്മൾ ചോദിച്ചില്ല. നമ്മളെ ഈ നിന്റെ ആരെ ചോദിച്ചല്ലേ? ചോദിച്ചാൽ ഞങ്ങൾ രണ്ടുപേരും ചോദിക്കാനായിട്ട് നീ മോശം അല്ല നിങ്ങൾ പോയി ചോദിച്ചില്ലേ? ഇല്ല, ഞങ്ങള് പോകാനായിട്ട് മൂവ് ചെയ്ത്. അപ്പോൾ നീ അങ്ങനെ പറഞ്ഞപ്പോ പിന്നെ നമ്മളങ്ങ് വേണ്ടെന്ന് വെച്ച്. അയ്യേ ചീറ്റി പോയത് നീ പറഞ്ഞു. അങ്ങനെ സംഭവിച്ചത്. തീരാറായിരുന്നു എനിക്ക് തോന്നുന്നു. അതെ തീർന്നു. അത് ചരിച്ചു വെച്ച് അവര് നീ അടുത്ത ജാറ് കൊണ്ടുവന്നാലേ ചായ ഉള്ളു. അത് നിങ്ങൾ കണ്ട, അതുകൊണ്ടല്ലേ ചോദിക്കാൻ ഞാൻ. അതുകൊണ്ട് മണ്ടക്കിടുന്ന ഇല്ല ലീഫ് കട്ട് ചെയ്യും. ഇലയൊക്കെ കട്ട് ചെയ്യും. കറി വെക്കുവോ?
തോരൻ വയ്ക്കും. ആ അതെത്രയാ? ഒരു കിലോയാ? ദൈവമേ, 3 വെച്ചപ്പോ 1 കിലോയാ? ഓ, ഇലയും കൂടെ വെച്ചിട്ടാണുള്ള വിലയാണ് കേട്ടാ. വേണ്ട, അത് മതി. അമ്മച്ചേ ഒരു കെട്ട് പോതും. ഇതിന്റെ എല്ലാം എടുക്കാൻ കൊള്ളാവോ? കവറില്ലേ? ഇല്ല. ഊട്ടിയില് പ്ലാസ്റ്റിക് ബാനാണ്. ഇത് ഇതെന്തിനുള്ള ഇല ചട്നി. ഫ്രഷ് ബീട്രൂട്ടും ക്യാരറ്റും. വില ഇച്ചിരി കൂടിയതാന്ന് തോന്നുന്നു. 3 കിഴങ്ങിന് 100 രൂപ. ഇല തോരൻ വെക്കാം. ഇല തോരൻ വെക്കാന്ന് പറഞ്ഞു. നമ്മുടെ ഇലയൊന്നും ഇത്രയൊന്നുമില്ല. ഇതിന്റെ പകുതിയുടെ പകുതി കിട്ടും. അച്ഛൻ പേസ് മേടിക്കാൻ എന്ത്? പക്ഷെ ഫ്രഷ് ക്യാരറ്റ് ഫ്രഷ് ആട്ടാ. നമുക്ക് പറഞ്ഞ ടേസ്റ്റ് ചെയ്യാം. കണ്ടേ, ഇതിങ്ങനെ ഇങ്ങനെ തിന്നാമോ വെച്ചാ? പിന്നെ ചിലപ്പോ മരിച്ചു അല്ലേ? നല്ല ക്യാരറ്റ്. ഇനി വിശക്കുന്ന കേട്ടോ, നമുക്ക് വല്ലതും കഴിക്കാം. ഇങ്ങനെ തുറക്കാൻ പറ്റുമോ? ഹേ ഗൈസ്, ഞങ്ങള് ഫുഡ് കഴിക്കാനായിട്ട് കയറി കേട്ടോ. അച്ഛാ, ഇത് ഹോട്ടൽ ദുർഗ. വെജാണ്. വെജ് മാത്രമേ ഉള്ളൂ. ഓക്കെ, നല്ല ഊണ് കഴിക്കാന്ന് വെച്ച കേട്ടോ. മുതുക്ക് പപ്പടം. ചോറ് കുറച്ച് പപ്പടം കൂട്ടി. എന്താ വെള്ളോ മോര് കണ്ട? ഊട്ടിയിലെ 2 ദിവസമായിട്ട് കനത്ത മഴയാണ്. അപ്പം മോരിലൊക്കെ ശകലം വെള്ളമുണ്ട്. എന്തൊക്കെയോ 3 സാമ്പാറൊക്കെ കൂട്ടിയിട്ടുള്ള കറിയുണ്ട്. രസം ഉണ്ടെന്ന് തോന്നുന്നു. പിന്നെ ബീട്രൂട്ട് തോരൻ, പരിപ്പ് കറി. ഇതെന്തുവാണ് അവിടെ? ഇത് കഞ്ഞിയാ? അതും പരിപ്പാ. പിന്നെ ഇത് മോര്. അമ്മ പായസം എടുത്ത് ചോറിലൊഴിച്ച് പരിപ്പാന്ന് വെച്ചിട്ട്. ഇത് പരിപ്പായിരുന്നത്, അല്ല പായസമായിരുന്നത്. ഇത് പരിപ്പും പായസം ഒന്നും കണ്ടാ തിരിച്ചറിയുന്നില്ല. ചോറ് ചെറിയ അരിയാണ് കേട്ടോ. പക്ഷെ ഈ അരി എനിക്കിഷ്ടമാണ്. ഇതൊക്കെ ഏതാ കറിയാന്ന് അറിയത്തില്ല, എല്ലാം ഒരുപോലെ ഇരിക്കുന്നുണ്ടേ. സാമ്പാർ അല്ല, രസം. അമ്മ രസം വെക്കാൻ എനിക്ക് ഇഷ്ടമല്ല. ജീരകം ഇടും. ബീട്രൂട്ട് തോരൻ. സാമ്പാർ പരിപ്പ്. പരിപ്പും പപ്പടവും കൊണ്ടുള്ളതാ. അമ്മ ടേസ്റ്റ് ഉണ്ടാ? മധുരമായി പോയി. പായസം എടുത്ത് പരിപ്പാന്ന് പറഞ്ഞിട്ട് കഴിച്ചിട്ട് വരാൻ കേട്ടോ. മൊത്തത്തിൽ തേച്ച് കേട്ടോ. ഭയങ്കര മോശമായിരുന്നു ഫുഡ്. മൊത്തം വെള്ളക്കളിയും. ഇതില് സാമ്പാർ ഏതാ, രസം ഏതാ, എരിശോരി ഒന്നും അറിയാൻ വയ്യ. ഒന്നും അറിയത്തില്ല. വകയ്ക്ക് ഉള്ളതില്ലട്ടാ. ഇങ്ങോട്ടൊക്കെ നല്ല ഫുഡ് അപൂർവം ചില കടകളിലൊക്കെ കിട്ടും. ഇച്ചിരി പാടാണ്. നല്ല ഫുഡ് കിട്ടത്തില്ല കേട്ടോ. ഭയങ്കര ബുദ്ധിമുട്ടാണ്. സ്ട്രീറ്റ് ഫുഡ് പിന്നെയും കുഴപ്പമില്ലെന്ന് തോന്നുന്നു. എന്നാലും അത് വൃത്തിയില്ല. ഇന്നലെ അപ്പുറത്തോട്ടൊരുത്ത് ഉണ്ടാക്കിയായിരുന്നു. മറ്റേ അവല്ല അവിടുന്ന് വന്നതാ കറക്റ്റ്. അമ്മയ്ക്ക് വയ്യ കേട്ടോ. അങ്ങ് ക്ഷീണം അമ്മയ്ക്ക്. നെഞ്ചുവേദന, ശ്വാസം മുട്ട് എല്ലാം ഉണ്ട്. ഇനിയിപ്പോ യാത്രയൊക്കെ പാടാടെ നമ്മളെ കൊണ്ടൊക്കെ. എനിക്ക് അമ്മയെ കുതിരയെ കയറ്റണമെന്നുണ്ടായിരുന്നു. പിന്നെ അമ്മയ്ക്ക് ഒന്നാതെ വയ്യ. പിന്നെ കുതിര ഒരുമാതിരി മടഞ്ഞിരിക്കുന്നത്. പായസം എടുത്ത ചോറിനകത്തൊഴിച്ച് പോയെന്നാ തോന്നുന്നത്. ഇത് വെറൈറ്റി ആയിരുന്നു. ഹേ ഗൈസ്, അപ്പോൾ സമയം ഏതാണ്ട് 8 മണിയായി കേട്ടോ. വന്ന് കയറി കിടന്ന് ഉറങ്ങി. പിന്നെ എനിക്ക് വീഡിയോ കുറച്ച് എഡിറ്റ് ചെയ്യാനുണ്ടായിരുന്നു, അതും ചെയ്തു. അപ്പോഴത്തേന് അച്ഛൻ പോയിട്ട് ഫുഡൊക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ടോ. എന്തൊക്കെ മേടിച്ച്? ഫ്രൈഡ് റൈസ് ഉണ്ട്, വേണ്ട ഓംലെറ്റ്. ഇതെന്തോ ചിക്കൻ കറിയാണോ?
ഗ്രേവി ആയിരിക്കും. ഗ്രേവി ടൈപ്പാണ് കേട്ടോ. ഗ്രേവി ഉണ്ട്, പിന്നെ അപ്പം, പൊറോട്ടയാണോ ഇത്? ചപ്പാത്തിയാ? ചപ്പാത്തി ഉണ്ട്. നൂഡിൽസ് നോക്കാം. പനിയൊക്കെ ഉണ്ട്, കുറഞ്ഞോ? പനിയുണ്ട്. അമ്മയ്ക്ക് മൊത്തത്തിൽ എനർജി ഇല്ലായിരുന്നു ഇന്ന്, അയ്യ അടഞ്ഞിരിക്കുവായിരുന്നു മൊത്തത്തിൽ. അതുപോലെ നമുക്ക് തണുപ്പ് അങ്ങോട്ട് ഇപ്പൊ പറ്റുന്നുമില്ല, ഭയങ്കര തണുപ്പ്. അതുപോലെ ഞാൻ എനിക്ക് ഫീൽ ചെയ്ത ഒരു സംഭവമാണ്, ഇവിടുത്തെ തണുപ്പ് വേറൊരു തണുപ്പാ. ആണോ? കോടയുള്ള സ്ഥലത്ത് പോയിട്ടുണ്ട്, പക്ഷെ നമ്മൾ ഭയങ്കര കോടയുള്ള അടുത്തൊക്കെ ഇറങ്ങുന്നുണ്ട്. പക്ഷെ ആ ഒരു തണുപ്പല്ല. വാഗമണ് പോയപ്പോ അന്ന് അവിടെ ചെന്ന് നല്ല വേറൊരു തണുപ്പായിരുന്നു. ഇതിന് മരം കായ്ക്കുന്ന തണുപ്പാ ഇത്, പക്ഷെ വേറൊരു തണുപ്പാണ്. അത് വന്ന് ഇതെന്ന് പറയുമ്പോ എനിക്കൊരു സുഖമില്ലാത്തൊരു തണുപ്പായിട്ട് തോന്നി. നമ്മുടെ കോടയുടെ തണുപ്പൊന്നുമല്ല, ഒന്നുമില്ല, കോടയില്ല, ഒന്നുമില്ല, പക്ഷെ ഭയങ്കര തണുപ്പുണ്ട്. ഈ തണുപ്പ് കൂടി എനിക്ക് നെഞ്ചിന്റെ വേദന. അതെന്താ? 4 മണി കഴിയുമ്പോഴേ തണുപ്പ് തുടങ്ങും. പിന്നെ അത് തീരണമെങ്കിൽ വെളുപ്പിന് 10-11 മണിയാവും. പിന്നെ നമ്മളിവിടെ ലേക്കിലാണ് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്തത്, കാരണം അവിടെ കുറെ ആക്ടിവിറ്റി ഉണ്ട് കേട്ടോ. നമ്മൾ ടീ ഫാക്ടറിയിൽ പോയി, ഈ രണ്ടിടത്ത് വേറെ വേറെ ഒന്നും പോയില്ല. അതൊക്കെയാണ്. പിന്നെ സമയത്തിന്റെ ഒരു ഇത്, പിന്നെ അമ്മയ്ക്ക് വയ്യായിരുന്നു. അപ്പൊ എന്തായാലും നാളെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് സുഹൃത്തുക്കളെ. അപ്പം അത്രയൊക്കെയുള്ള ഇന്നത്തെ ഈ ഒരു വിശേഷം അല്ലേ? ഏകദേശം എന്തായാലും അത്രയുള്ള എന്തെങ്കിലും ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ പുതിയൊരു വീഡിയോ ബൈ.